പക്ഷെ തിരുവനന്തപുരത്തെ വിജയം രാജീവ് ചന്ദ്രശേഖരന്റെ വിജയമാണെന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയുമോ? ആബ്സല്യൂട്ട്ലി അല്ല. അത് രണ്ട് കാരണമാണ് പ്രധാനമായിട്ട് സംഭവിച്ചത്. രണ്ടല്ലെങ്കിൽ മൂന്ന് കാരണം പറയാം. എങ്ങനെയാണ് അപകടം വരുന്നത്? ഹിന്ദു ഭൂരിപക്ഷ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ വളരെയധികം സുരക്ഷിതരാണ്. ആ ബോധമാണ് വളർത്തേണ്ടത്. അതല്ലാതെ നേരെ മറിച്ച് അവരെ പ്രീണിപ്പിച്ച് അവർക്കെന്താണ് ആവശ്യം, ഒരു വിഭാഗം ക്രിസ്ത്യാനികൾക്ക് എന്താണ് ആവശ്യം. ഞാനൊരു ക്രിസ്ത്യൻ LP സ്കൂൾ മുതൽ ഡിഗ്രി വരെ കഴിഞ്ഞവരെ പഠിച്ച ഒരാളാണ്. പക്ഷെ ഞാൻ എന്നിട്ടും പറയുന്നു, അവരൊന്നും മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഒരു വിഭാഗം ക്രിസ്ത്യൻസിൻ്റെ മതം മാറ്റം മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഈ ക്രിപ്റ്റോ ക്രിസ്ത്യൻ എന്ന് പറയുന്ന ഈ രാജീവ് ചന്ദ്രശേഖരനും അതുപോലെ ഇവിടുത്തെ രാജേഷിനും സുരേഷിനും ഒക്കെ അറിയുമെന്നറിയില്ല ഇവിടെ ക്രിപ്റ്റോ ക്രിസ്ത്യൻ എത്രമാത്രം ഉണ്ടെന്ന്. അപ്പോഴാണ് പറയുന്നത് അവർ വളരെ മിനിസ്കൂൾ മൈനോറിറ്റി ആണെന്ന്. അല്ല, അവർ സെൻസസിലുള്ളതിൻ്റെ 4 ഇരട്ടി ക്രിസ്ത്യാനികളുണ്ട്. അവർ പ്രാക്ടീസിങ് ക്രിസ്ത്യൻസ് ആണ്. ഈയിടെ സർട്ടിഫിക്കറ്റ് ഹിന്ദുവിൻ്റെയാണ്. അപ്പോൾ അത് സംവരണത്തിന് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ അല്ല, അത് വാസ്തവത്തിൽ അത് ഒരു മാനിപ്പുലേഷനാണ്. അതിലൊക്കെ നടന്നിരിക്കുന്ന ഒരു മാനിപ്പുലേഷനാണ്.